HS Radio. ശിവഗിരി HS Radio. സാ സദ സനിധ പനിധ മഗ മഗരി സ. സാ സദ സനിധ പനിധ മഗ മഗരി സ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനന്യ സന്ദീപ്, അനാമിക, ദിയ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവ് അന്വേഷണം. തട്ടിപ്പിനിരയായ വോട്ടർമാരെ അണിനിരത്തി വാർത്താ സമ്മേളനം. വൈദ്യുതി ബിൽ ഇനി പണമായി സ്വീകരിക്കുക 1000 രൂപ വരെ മാത്രം. മിൽമ വാർഷിക പൊതുയോഗം 8 പ്രമേയങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. ഇൻസുലിൻ ഇടപാടിൽ നഷ്ടം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവ് അന്വേഷണം. ഹൈക്കോടതി ഉത്തരവ്. ദേവസ്വം വിജിലൻസ് SP-ക്ക് ചുമതല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. സ്വർണ്ണപ്പാളികളിലെ തൂക്കം കുറഞ്ഞത് ദേവസ്വം വിജിലൻസ് SP അന്വേഷിക്കും. കേസ് ഇന്നലെ പരിഗണനയ്ക്കെത്തിയപ്പോൾ സ്വർണ്ണപ്പാളിയുടെ തൂക്കം സംബന്ധിച്ച് കോടതി സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിശോധിച്ചതിനു ശേഷമാണ് കോടതി ചോദ്യങ്ങൾ ഉയർത്തിയത്. 2019 അഴിച്ചെടുത്തപ്പോൾ 42 കിലോ ഉണ്ടായിരുന്ന തൂക്കം അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലെത്തിയപ്പോൾ 38 കിലോ ആയി കുറഞ്ഞു. ഈ കാര്യം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തട്ടിപ്പിനിരയായ വോട്ടർമാരെ അണിനിരത്തി വാർത്താ സമ്മേളനം. വോട്ടർമാർ അറിയാതെ അവരുടെ പേര് പട്ടികയിൽ നിന്ന് ഓൺലൈനായി വെട്ടിമാറ്റാൻ വോട്ടുകൊള്ള ഫാക്ടറി തന്നെ പ്രവർത്തിക്കുന്നതായി ഉദാഹരണങ്ങൾ നിരത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ സോഫ്റ്റ്വെയർ സഹായത്തോടെ പേരുകൾ വെട്ടിമാറ്റാൻ നീക്കം നടന്നതായി കർണാടകയിലെ അനന്ത് നിയമസഭാ മണ്ഡലത്തിലെ തട്ടിപ്പിനിരയായ വോട്ടർമാരെ വാർത്താസമ്മേളന വേദിയിൽ അണിനിരത്തിയാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. വൈദ്യുതി ബിൽ ഇനി പണമായി സ്വീകരിക്കുക 1000 രൂപ വരെ മാത്രം. ഇനി 1000 രൂപ വരെ മാത്രം പണമായി വൈദ്യുതി ബിൽ അടയ്ക്കുമ്പോൾ സ്വീകരിക്കുകയുള്ളൂ. അതിനു മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കണം. തീരുമാനം കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു KSEB. 2 ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് 1 നിർത്തലാക്കും. 70% ബില്ലുകളും ഇപ്പോൾ ഓൺലൈനായാണ് അടയ്ക്കുന്നത്. ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത്. ബില്ലടയ്ക്കാനുള്ള സമയക്രമത്തിലും മാറ്റമുണ്ട്. നേരത്തെ 8 മുതൽ 6 വരെയാണ് പണം അടയ്ക്കാനുള്ള സമയം. ഇനി മുതൽ 9 മുതൽ 3 വരെ മാത്രമേയുള്ളൂ. മിൽമ വാർഷിക പൊതുയോഗം 8 പ്രമേയങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. പാൽ ഉൽപാദനം കൂട്ടുന്നതിനും പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ ശാക്തീകരണത്തിനുമായി വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് മിൽമയുടെ 52ാമത് വാർഷിക പൊതുയോഗം. മിൽമയുടെ 3 യൂണിയനുകളിലും ശരാശരി പാൽ സംഭരണം വർദ്ധിച്ചതായി യോഗം വിലയിരുത്തി. പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു. ഇൻസുലിൻ ഇടപാടിൽ നഷ്ടം. പ്രമേഹ രോഗികൾക്ക് നൽകാൻ സർക്കാർ ആശുപത്രികൾക്ക് വേണ്ട ഇൻസുലിൻ സംഭരിക്കുന്നതിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നടത്തുന്നത് 17.84 കോടി രൂപയുടെ നഷ്ടക്കച്ചവടം. ഒരു വയലിന് 72 രൂപയ്ക്ക് തിരുവനന്തപുരം SAD ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ ഇൻസുലിൻ നൽകുന്നത് കമ്പനി KMSCL-ന് അതേ മരുന്ന് നൽകുന്നത് 96.82 രൂപയ്ക്ക്. 74.34 ലക്ഷം വയൽ ഈ കമ്പനിയിൽ നിന്നും വാങ്ങുമ്പോൾ മെഡിക്കൽ കോർപ്പറേഷന് ചുമക്കേണ്ടി വരുന്നത് 17.84 കോടി രൂപയുടെ അധിക ഭാരം. തീരമേഖലയുടെ സാധ്യതകളിൽ മതിപ്പ്. കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് പ്രതിനിധികൾ. കേരളത്തിൻ്റെ തീരമേഖലയുടെ സാധ്യതകളിൽ മതിപ്പ് പ്രകടിപ്പിച്ച് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് പ്രതിനിധികൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കോവളം ബീച്ചും സന്ദർശിച്ച യൂറോപ്യൻ സംഘമാണ് സംസ്ഥാനത്തെ തീരസമ്പത്തിനെയും പരമ്പരാഗത മത്സ്യബന്ധനത്തെയും കുറിച്ച് സന്തുഷ്ടി പ്രകടിപ്പിച്ചത്. കോൺക്ലേവിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ഹെർ ഡെൽഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം.
സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും സഹകരണത്തോടെയാണ് രണ്ട് തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ ദ്വിദിന കോൺക്ലേവ് കോവളം ലീല റാവിസിൽ സംഘടിപ്പിച്ചത്. മെഡലില്ലാതെ നീരജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ 8ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഇന്ത്യയുടെ നീരജ് ചോപ്ര നിലവിലെ ജേതാവായിരുന്നു. നീരജ് ആദ്യ ശ്രമത്തിൽ തന്നെ 84.95 മീറ്റർ എറിഞ്ഞായിരുന്നു നേരിട്ടുള്ള യോഗ്യതാ മാർക്ക് നേടിയിരുന്നു. എന്നാൽ ഫൈനലിലെ മോശം പെർഫോമൻസ് കാരണം നീരജിനെ 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളി. 83.65 മീറ്റർ, 84.3 മീറ്റർ, 82.63 മീറ്റർ, ഫൗൾ എന്നിങ്ങനെയാണ് ഫൈനലിലെ നീരജിൻ്റെ പെർഫോമൻസ്. വന്യമൃഗ ഭീഷണി. കേരള വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലും കേരള വന ഭേദഗതി ബില്ലും മന്ത്രി MK ശശീന്ദ്രൻ നിയമസഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടു. കമ്മിറ്റിയുടെ ശുപാർശകളുടെ ഇരു ബില്ലുകളും നടപ്പു സമ്മേളനത്തിൽ പാസാക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് നേരിട്ട് ഉത്തരവിടാൻ വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം നൽകിയതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ. കരയുദ്ധം. ഗ്യാസ പിടിച്ചെടുക്കുന്നതിനായി ഇസ്രയേലിന്റെ കടുത്ത നീക്കം. കരയുദ്ധം ആരംഭിച്ചു. പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നു. ഗ്യാസ ഭൂപടം ചുരുങ്ങുന്നു. ഗ്യാസ പിടിച്ചെടുക്കുന്നതിനായി ഇസ്രയേലിന്റെ കടുത്ത നീക്കം. ഓപ്പറേഷൻ ഗിദിയോൻ ചാരിയറ്റ് 2 എന്ന പേരിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇതിനായി ഗ്യാസ സിറ്റിയിൽ വിപുലമായ സൈനിക നടപടി ആരംഭിച്ചതായും താമസക്കാർ ഉടൻ പ്രദേശം വിട്ടുപോകണമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവ് അന്വേഷണം. തട്ടിപ്പിനിരയായ വോട്ടർമാരെ അണിനിരത്തി വാർത്താ സമ്മേളനം. വൈദ്യുതി ബിൽ ഇനി പണമായി സ്വീകരിക്കുക 1000 രൂപ വരെ മാത്രം. മിൽമ വാർഷിക പൊതുയോഗം. 8 പ്രമേയങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. ഇൻസുലിൻ ഇടപാടിൽ നഷ്ടം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 5Cയിലെ ഫാത്തിമ ഇന്നാര. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. US പ്രസിഡന്റ് ആര്? ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേരള വന്യജീവി സംരക്ഷണ മന്ത്രി ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.